ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ സന്ധ്യാസമയം എവിടെയാണെച്ചാലും ലളിതാ സഹസ്രനാമം ചെയ്യും, പരമാവധി എവിടെയാണെച്ചാലും. അപ്പൊ ട്രെയിനിൽ ഞാൻ പോകുമ്പോൾ ഞാൻ താഴത്തെ ബർത്തിൽ ഇരുന്നിട്ട് ലളിതാ സഹസ്രനാമം ജപിക്കുകയാണ്. കുറെ ഞാൻ ഒരു ഘട്ടത്തിയപ്പോ മനപ്പാഠം അറിയാവുന്നതുകൊണ്ട് കയ്യിൽ പുസ്തകം വെച്ചിട്ടാണെങ്കിലും കണ്ണം നടച്ചിട്ട് ഇങ്ങനെ ചൊല്ലുകയാണ്. സൃഷ്ടികർത്തി ബ്രഹ്മരൂപ ഗോത്രീ ഗോവിന്ദ രൂപിണി, അങ്ങനെ ചൊല്ലുകയാണ്. അപ്പോൾ എന്തോ ഒരു വർഷം, പുഷ്പവർഷമാണോ അല്ലെങ്കിൽ ആത്മജ്ഞാനം വന്നാണോ, അതോ ഇനി അമ്മ ഇത്രയും കാലമായിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ആളല്ലേ, ഇന്ന് അവനെ അനുഗ്രഹിച്ചേക്ക് അയച്ചിട്ട് വല്ല അനുഗ്രഹമാണ് സ്വർണ്ണവർഷമൊക്കെ അയച്ചിട്ട് ഇങ്ങനെ സ്വർണ്ണത്തുമനി ചെയ്തേ ശങ്കരാചാര്യ ചെന്നപ്പോ അതുപോലെ പെയ്യാൻ. എന്തുകൊണ്ട് പെയ്യുന്നു? ബുക്കിലേക്ക് വേണ്ട. കണ്ണു തുറന്ന് നോക്കിയപ്പോ പൊടി. അതെന്താണ് നോക്കുമ്പോ ഒരു ബൂട്ട് മേലെ. അപ്പോ ഒരു വിദ്വാൻ, ഒരു ചെറുപ്പക്കാരൻ മുകളിൽ നിന്ന് യാതൊരു ദയവില്ലാതെ ബൂട്ട് ഇട്ടിട്ട് പരസ്പരം തിരുമ്പാണത്. എവിടേക്ക്? താഴെ ഇരുന്ന് സഹസ്രനാമം ചെയ്യുന്ന എന്റെ തലയിലേക്ക്. അപ്പൊ ഈ ഒരു ഇങ്ങനെ പലരും ഉണ്ട്, ബോറന്മാരാണ് അവര്. നമ്മൾ ഓപ്പോസിറ്റ് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവൻ ഷൂസ് ഇട്ട കാലോട്ട് അവിടെ ചവിട്ടിയിരിക്കും. കേട്ടോ അത് ട്രെയിനിൽ. എന്റെ എളിയ അഭിപ്രായത്തിൽ ആ കാല് വെട്ടിക്കളയണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അതിനുള്ള ആരോഗ്യമില്ല എന്നുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ മുനിമാർ സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ശാപം. നമുക്ക് ആരോഗ്യമില്ല ചന്തയ്യ. അപ്പൊ ഞാൻ ലളിതാ സഹസ്രനാമാണ് തട്ടിക്കൊടഞ്ഞ് മേലുള്ള ആളോട് പറഞ്ഞു, സുഹൃത്തെ നിങ്ങൾ എന്തൊരു അധമനാണ്, എന്ത് പണ്ടാരക്കാരനാണ് നിങ്ങൾ. പണ്ടാരക്കാരനാണല്ലോ നിങ്ങൾ. ഈ ഷൂസ് കൂടെ എന്റെ തലയിൽ കണ്ടുള്ളത് ഇത് മര്യാദയാണോ? ഷൂസ് ഇട്ട് അപ്പുറത്ത് കയറാമോ? ഒരു കൂസലുകളാണ് ഷൂസ്. അവിടെ നിന്ന് തന്നെ ഈ തട്ടി തലത്തേക്ക് ഊരിയിട്ടു അവൻ. ഞാൻ തെറിയൊന്നും പറയാൻ പോയില്ല. വലിയ അബദ്ധമായി ഉണ്ടാവും അയാൾക്ക്. കാരണം സാത്വികരായ മനുഷ്യരെ, നല്ല കർമ്മം ചെയ്യുന്ന മനുഷ്യരെ തടസ്സപ്പെടുത്തിയാലും ഈ പ്രശ്നം ഉണ്ടാവും. അനുഭവിക്കേണ്ട പോവില്ല ആരും. ഇതേപോലെ പലരുണ്ട്. അപ്പൊ നാളെ എനിക്ക് അപ്പുറത്ത് കിട്ടി ഞാൻ ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. എനിക്ക് കൂടിയുള്ള വാണിംഗ് ആണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുന്ന ഒറ്റ വാക്യത്തിൽ നാരായണ ഗുരുസ്വാമി കേരളക്കരോട് പറഞ്ഞ കാര്യം എല്ലാ അമ്പലങ്ങളിലും എഴുതി ഒട്ടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇത് കണ്ടിട്ടെങ്കിലും അവർക്ക് ബോധം വരട്ടെ. ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമഃ.